Yes, good morning. Good morning, sir. Yes, good morning. Good morning. How are you? I am fine, sir. Morning, sir. Very good, very good. Yes, good morning. Good morning, sir. Yes, good morning. Happy Teachers Day, Lidu. Padi. Adira. ഞാൻ എന്താണ് ആരെങ്കിലും പറയുമെന്ന് ചോദിച്ചിട്ട് മിണ്ടാതിരിക്കരുത്. അപ്പൊ ഓർത്ത് പറഞ്ഞല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ജോബി, ലിബിൻ, ജോഷി, മേരി സ്റ്റെല്ല, ഗുഡ് മോർണിംഗ്. ഓക്കെ, യെസ്, നമുക്ക് ആരംഭിക്കാം. യെസ്, ഹാപ്പി ടീച്ചേഴ്സ് ഡേ. Let us start. ആരംഭിക്കാം. ഓക്കെ 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 റെഡി. ഓക്കെ അതില ഓക്കെ 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 ലെറ്റ് us start. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അപ്പൊ ഈ ഞാൻ നിങ്ങളോട് പറയാണ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഞങ്ങളോട് എന്തിനാണ് ടീച്ചേഴ്സ് ഡേ എന്ന് പറയുന്നത് അല്ലെ? എന്നാലും ഞാൻ പറയുന്നു ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഇനി ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറയാം. നിങ്ങളിൽ എത്ര പേര് ട്യൂഷനായിട്ട് അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ? കുട്ടികൾക്കൊക്കെ ട്യൂഷനൊക്കെ ആരും ഉണ്ടാവില്ലേ? ഓക്കെ ഓക്കെ, ഞാനുണ്ട്, ജോബി ഉണ്ട്. ഓക്കെ 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 ഓക്കെ, യെസ്. ആ, അപ്പൊ ടീച്ചർമാരെ ഇല്ലാതുണ്ട്, ഞാനുണ്ട്, ഡയാന റെഡി. ഓക്കെ, ആതിര, ആഹാ, എല്ലാവരും ടീച്ചർമാരാണല്ലേ? യെസ്, ഓക്കെ 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 ഓക്കെ, ശരി. അപ്പൊ ടീച്ചർമാർക്ക് ഒപ്പം ടീച്ചർമാർക്ക് ഇപ്പൊ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് അവർക്ക് ഉള്ളതാണെന്ന് മനസ്സിലായി. അപ്പൊ ബാക്കിയുള്ള ഒരു പക്ഷെ വിചാരിക്കും ഞങ്ങള് പഠിപ്പിക്കുന്നില്ലല്ലോ, അപ്പൊ പിന്നെ ഞങ്ങള് മക്കളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ? ശരി, വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ അതിലോട്ടാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ആദിത്യ, ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഒരു ചോദ്യം, ആരാണ് അധ്യാപകൻ? ഹൂ ഈസ് എ ടീച്ചർ? ആരാണ് അധ്യാപകൻ? നന്നായിട്ട് പഠിപ്പിക്കുന്ന ആളാണ് അധ്യാപകൻ. ഗുഡ് ടീച്ചർ. ഓക്കെ, നമ്മളെ നേർവഴി നടത്തുന്നവൻ അധ്യാപകൻ. ഹൂ ടീച്ച് ഗുഡ് ലെസൺ ടു ചൈൽഡ്. വെരി ഗുഡ് ആദിത്യ. പഠിപ്പിക്കുന്നതിനോടൊപ്പം പഠിക്കുകയും ചെയ്യുന്നവർ. ഓക്കെ ഓക്കെ, അത് വെരി ഗുഡ് ആണ്. നല്ല അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അധ്യാപകനോ അധ്യാപികയോ പറയാൻ എളുപ്പത്തിന് അധ്യാപകൻ എന്ന് പറയുന്നു. അതാണ് അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഓൾവേസ് സ്റ്റുഡന്റ്. ഓക്കെ സാധിര. ഓക്കെ 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 ഓക്കെ, അതാണ് നല്ലൊരു അധ്യാപകൻ. ഓക്കെ, ഇനി നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. യെസ്, അറിവ് നൽകുന്നവൻ അധ്യാപകൻ. ഓക്കെ ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച ഉത്തരം വരാനിൽ നിന്ന് വന്നു. അപ്പോ അറിവ് നൽകുന്നവനാണ് അധ്യാപകൻ. ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന എല്ലാവരും ടീച്ചറാണ്. വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഞാൻ എന്റെ സങ്കല്പം പറഞ്ഞോട്ടെ. അറിവ് നൽകുന്നവരാണ് അധ്യാപകൻ. അതിനോടൊപ്പം തന്നെ ആ അറിവ് എന്നുള്ളതൊന്നും മാറ്റിയിട്ട് തിരിച്ചറിവ് നൽകുന്നവരാണ് അധ്യാപകൻ. അധ്യാപകന്റെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളിൽ നിന്നിട്ടാണ് പഠിപ്പിക്കുന്നത്. അതൊരു പക്ഷേ അറിവാവാം, ഒരു കരുതലാവാം, ഒരു പക്ഷേ ഒരു ചേർത്ത് നിർത്തലാവാം, ഒരു പരിഗണനയാവാം, സ്നേഹമാകാം, എന്ത് വേണമെങ്കിലാവാം. ഓക്കെ 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 ആദിത്യ, അതെല്ലാം നിറഞ്ഞതാണ് ഒരു അധ്യാപകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ ഗുരു നിത്യചൈതന്യ യതി ഒരിക്കലും പറഞ്ഞൊരു വാചകം, അധ്യാപകരോട് പറഞ്ഞൊരു വാചകം, നിന്റെ മുന്നിൽ പഠിക്കാനിരിക്കുന്ന കുട്ടി നിന്റേതല്ല എന്ന് നിനക്ക് എപ്പോൾ തോന്നുന്നുവോ
അപ്പോ നീ നിന്റെ പഠനം പഠിപ്പിക്കാൻ നിർത്തിക്കൊള്ളുന്നത് എതി പറഞ്ഞിട്ടൊരു വാചകം. നിന്റെ മുമ്പിലിരിക്കുന്ന കുട്ടി നിന്റേതല്ല എന്ന് നിനക്ക് എപ്പോൾ തോന്നുന്നുവോ ആ സമയത്ത് നിന്റെ പഠിപ്പിക്കൽ അവസാനിപ്പിക്കും. പിന്നെ നീ പഠിപ്പിക്കാൻ യോഗ്യനല്ലെന്നാണ് പറഞ്ഞത്. ലോകം തന്നെ മാറ്റിമറിച്ച ഈ വിദ്യാഭ്യാസത്തിന്റെ അറിവിനെ കുറിച്ച് പറയുമ്പോൾ പറയും ഒരു അധ്യാപകൻ, ഒരു വിദ്യാർത്ഥി, ഒരു പേന, ഒരു പുസ്തകം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ലോകം മാറ്റിമറിക്കാമെന്ന് പറയും. ഒരു അധ്യാപകൻ, ഒരു വിദ്യാർത്ഥി, ഒരു പേന, ഒരു പുസ്തകം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ലോകം നമുക്ക് മാറ്റിമറിക്കാനായിട്ട് കഴിയും. ഓക്കെ 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 ഓക്കെ. പിന്നെ നിങ്ങളാക്കിയതിന് പിന്നിൽ നിങ്ങളുടെ അധ്യാപികമാരുടെയും അധ്യാപകന്റെയും എല്ലാം ഒരു സ്വാധീനമുണ്ട്. പറയുന്നുണ്ട് പാരന്റ്സ് ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ്. കുട്ടിയെ സംബന്ധിച്ച് മാതാപിതാക്കന്മാരാണ് ഓക്കെ ജോബി, മാതാപിതാക്കന്മാരാണ് ഏറ്റവും ആദ്യത്തെ അധ്യാപകർ. പക്ഷേ ടീച്ചേഴ്സ് ആർ സെക്കൻഡ് പാരന്റ്സ്. അധ്യാപകർ ആരാണ്? മാതാപിതാക്കന്മാരുടെ കുട്ടികളുടെ രണ്ടാമത്തെ പാരന്റ്സ് ആണ്. ടീച്ചേഴ്സ് ആർ ദ സെക്കൻഡ് പാരന്റ്സ്. ഓക്കെ, അപ്പൊ ആ ഒരു തിരിച്ചറിവ്. ഒരു പക്ഷേ ഈ നിങ്ങളോടിപ്പോ പറയുകയാണ്, നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അധ്യാപികമാരുടെ ടീച്ചേഴ്സിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നിങ്ങളൊരു പേപ്പറിലെ ഒരു പേര് ഇങ്ങനെ എഴുതി കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് പറയണം അതിൽ നിന്ന് ഒരു 5 പേര്, ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ 5 പേരെ സെലക്ട് ചെയ്യും. ആ 5 പേരെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളോട് പറയണം അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരാളെ സെലക്ട് ചെയ്യും. ആ ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഓക്കെ ഓക്കെ, സ്മിത ടീച്ചർ, ജോബി സെലക്ട് ചെയ്തത് സ്മിത ടീച്ചർ, റൂബി സെലക്ട് ചെയ്ത് വിലാസിനി ടീച്ചർ. ഓക്കെ, ഇനി ഒരാളെ സെലക്ട് ചെയ്യും, 1 പേഴ്സൺ, ഒരാളെ സെലക്ട് ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന 10 പേരിൽ നിന്ന് വിലാസിനി ടീച്ചർ വന്നു, വന്ദന മിസ്. ഓ, ആരാണത്? ഇവിടുത്തെ വന്ദന മിസ് ആണോ? യെസ്, സന്തോഷ്, മഞ്ജു മിസ്, ഗിരിജ ടീച്ചർ. ഓക്കെ, യെസ്, ഓക്കെ, ആതിര, ലീല ടീച്ചർ, രശ്മി ടീച്ചർ, ലാലി ടീച്ചർ, റോജി സാർ. ഓക്കെ 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 ഓക്കെ. വന്ദന മിസ്. വന്ദന മിസ്സിനെ ഇപ്പൊ നല്ല ഫാൻസ് ആണല്ലോ. ഐ ലൈക്ക് വന്ദന മിസ്. ഓക്കെ, യെസ്, വന്ദന മിസ് ആൾസോ എ സൂപ്പർ. യെസ് യെസ്, ഓക്കെ 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 ഓക്കെ, യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നീതു അനിൽകുമാർ. ഓക്കെ, വന്ദന മിസ്. ഓക്കെ, ബാബു സാർ, സുമി. ഓക്കെ, യെസ്, വന്ദന മിസ്. ഓ, വന്ദന മിസ് നല്ല ഫാൻസ് ആണല്ലോ. വെരി ഗുഡ്. യെസ്, ശ്രീകാന്തൻ സാർ, ജോഷി, ജോഷ്നി. ഓക്കെ, യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് ജോഷി ടീച്ച് വെരി വെൽ സാർ. ഓക്കെ ഓക്കെ, മിൽഡോസ്. ഓക്കെ ഓക്കെ, സിജി മിസ്, വന്ദന മിസ്, പ്രിയ ടീച്ചർ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ടീച്ചേഴ്സ് റൂമിൽ വന്ദന മിസ് ഇരിക്കുന്നത് എൻ്റെ രീതിയാണ്. അതുകൊണ്ടാണ് ഞാൻ വന്ദന മിസ് എല്ലാം ചോദിച്ചപ്പോൾ എടുത്ത് ചോദിച്ചത്. വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടി നമ്മളുടെ സ്വന്തം കുട്ടിയല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ വെച്ചിട്ട് അധ്യാപനം നിർത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത മറ്റൊരു കാര്യത്തിലേക്ക് ബോറടിക്കുന്നില്ല ഈ പറയുന്നത്. ക്ലാസ്സിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഓക്കെ 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 ഓക്കെ, ബോറടിക്കാൻ പറ്റും സാറേ, കൈവിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പറ്റും മാറ്റും. ഓക്കെ, യെസ്, എല്ലാ ദിവസവും ക്ലാസ് തന്നെ ഇരുന്നില്ല, അതുകൊണ്ട് പറയുന്നതാണ്. ഓക്കെ, നോ സാർ. ഓക്കെ ഓക്കെ, ജോഷിനി. ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് നല്ലൊരു അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞത്. ഇനി ഒരുപക്ഷെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ ഓർക്കുന്നത് അവര് ഓ, വെരി ഗുഡ്.
ഓക്കെ സുമി മണികണ്ഠൻ. ഓക്കെ. ഓ വെരി ഗുഡ്. ഞാൻ ടീച്ചറിനോട് പറയാട്ടെ. ടീച്ചറിനോട് പറഞ്ഞു കഴിയുമ്പോൾ ടീച്ചർക്ക് ഭയങ്കര സന്തോഷം. ഓ സാധ്യത. ഓക്കെ. ഞാൻ ടീച്ചറിനോട് പറയാം. ഓക്കെ. ഷീ വിൽ ബി വെരി ഹാപ്പി. ഈ ടീച്ചേഴ്സ് ദിനത്തിന് ടീച്ചർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറിന്റെ പേരെഴുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ ടീച്ചറിന്റെ പേരെഴുതി ആ പേര് നമ്മുടേതാണ് എന്ന് മനസ്സിലാവുന്ന സമയത്ത് ഉണ്ടാകുന്ന സന്തോഷം. വെരി ഗ്രേറ്റ്. ഓക്കെ. ഈ പണ്ട് എനിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാനൊരു കോളേജിൽ പഠിപ്പിച്ചിരുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം വെരി ഗുഡ്, അത് ശരിയാ, എന്നെ ആശ്വസിപ്പിച്ചതാണ്. വെരി ഗുഡ്, താങ്ക് യു. അതായത് അത് ശരി. ഓക്കെ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നോ പ്രോബ്ലം. ജോയ് സാറി ഓൾസോ. ഓക്കെ റൂബി. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പഠിപ്പിച്ചത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം UDA വെച്ച് കുട്ടികൾ. അപ്പൊ അന്ന് ഞാൻ 10-20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് കുറെ പേരൊക്കെ ജോലി കിട്ടിയത്. അപ്പോൾ അവര് പണ്ട് ഞാൻ പഠിപ്പിച്ചപ്പോ പറഞ്ഞ കാര്യം അവരെടുത്തിട്ട്, സാർ അന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ എന്റെ മക്കളോട് പറയാറുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷമില്ലേ, അത് നമുക്ക് പൈസ കൊടുത്ത് നമുക്ക് കളക്കാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ഇൻസ്പിറേഷനാണ്. ചിലപ്പോൾ നമ്മുടെ ഒരു വാക്ക് നമ്മളറിയില്ല, നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രവൃത്തി, നമ്മുടെ ഒരു നോട്ടം, അതുമല്ലെങ്കിൽ നമ്മുടെ ഒരു ഇത് ഒരു പക്ഷേ ഒരുപാട് കാര്യങ്ങൾക്ക്, മാറ്റങ്ങൾക്ക് കാരണമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഒരിക്കല് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുകയാണ്. ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അധ്യാപകൻ ബോർഡിൽ പക്ഷികൾ പറക്കുന്നതിന്റെ വിവിധ ചിത്രങ്ങൾ വരച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷികൾ പറക്കുന്നത് ഇങ്ങനെയാണ്, അപ്പൊ അതിന്റെ ചിറക് ഇങ്ങനെ വിരിച്ചു പിടിക്കും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ ഇങ്ങനെ പഠിപ്പിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം അധ്യാപകൻ വിദ്യാർത്ഥികളോട് ചോദിച്ചു, മക്കളെ, ഞാൻ പഠിപ്പിച്ചത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു ബിരുദം കുട്ടി മാത്രം എഴുന്നേറ്റതോട് പറഞ്ഞു, സാറേ, എനിക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളത്. സാധാരണഗതിയിൽ ഞാനോ നിങ്ങളോ ആണെങ്കിൽ എന്താ പറയും, മണ്ടൻ, ഇത്ര നേരം വരെ നീ എവിടെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു, അതാണ് ഇതാണ് പറഞ്ഞിട്ട് നമ്മൾ അവനെ അങ്ങോട്ട് ശാസിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാനായിട്ടാന്ന് പറയും. പക്ഷെ ആ സാറ് ചെയ്തത് എന്താണ്, അവന്റെ കൈ പിടിച്ചുകൊണ്ട് നേരെ കടപ്പുറത്തേക്ക് പോയിട്ട് അവനോട് പറഞ്ഞു, മോനെ, നീ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ആകാശത്ത് പക്ഷികൾ പറക്കുന്ന നോക്കുക, അതിന്റെ ചിറകഥ എങ്ങനെയാണ് വിരിച്ചു പിടിച്ചിരിക്കുന്നതെന്ന് നോക്കുക, ശ്രദ്ധിക്കാൻ പറഞ്ഞു. കണ്ട? ഓക്കെ. അപ്പൊ അവനെ ശ്രദ്ധിച്ചു. ചില പക്ഷികൾ ആ പാറക്കൂട്ടങ്ങളിലേക്ക് പറന്നു വന്നിരിക്കുന്നത് നീ കാണുന്നില്ലേ? ആ ഇരിക്കുന്നതിന് മുമ്പ് അവർ ആ ചിറക് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണമെന്ന് കണ്ടോ? ഓക്കെ. അതിന്റെ മുൻകാലുകള് അവര് വന്നിരിക്കുന്നതിന് മുമ്പ് നീണ്ടു വരുന്നത് നീ കണ്ടോ? അത് ആ കുട്ടിയെ സംബന്ധിച്ച് പുതിയൊരു അനുഭവമായിരുന്നു. അവന് ക്ലാസ് റൂമിൽ പഠിച്ചതിനേക്കാളും കൂടുതൽ ആ കടപ്പുറത്ത് നിന്ന് പഠിച്ചു. അവന് തോന്നി, ഈ പക്ഷികൾ പറന്നതിനേക്കാളും മുകളിലേക്ക് എനിക്ക് പറക്കണം. ആ ഒരു ചിന്ത അവനിൽ ഉണ്ടായിരുന്നു. പക്ഷികൾ ആ ഒരു സ്പേസിന്റെ ഒരു നിശ്ചിത ഘട്ടം വരെ പറക്കുന്നുള്ളൂ എങ്കിൽ അതിന്റെ മുകളിലേക്ക് എനിക്ക് പറക്കണം എന്നൊരു ചിന്ത അവനുണ്ടായി. അവൻ വീണ്ടും വളർന്നു. വീണ്ടും നമ്മൾ അവനെ കാണുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ്. വീണ്ടും അവൻ വളർന്നു. വീണ്ടും നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. ആ മനുഷ്യൻ വീണ്ടും വളർന്നു. പിന്നെ നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പറയൂ, ആരാണ് ആ മനുഷ്യൻ? പറഞ്ഞതൊക്കെ പെട്ടെന്ന് ഞാൻ വെരി ഗുഡ്. ശരിയാ, APJ അബ്ദുൽ കലാം. യെസ്, വെരി ഗുഡ്. ഓക്കെ. അത് APJ അബ്ദുൽ കലാം. ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന മനുഷ്യനാണ് APJ. അദ്ദേഹം വെരി ഗുഡ്. അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകനോട് ഒരിക്കലും APJ അബ്ദുൽ കലാമിനോട് ചോദിച്ച ചോദ്യമാണിത്. സാറിനെ പഠിപ്പിച്ചവരിൽ ഓർക്കുന്ന, അപ്പൊ പുള്ളി പറഞ്ഞൊരു സുബ്രഹ്മണ്യ അയ്യർ എന്നോ മറ്റാണ് അധ്യാപകന്റെ പേര്. പുള്ളി എന്ന് പറഞ്ഞിട്ട് ഓർമ്മ കേട്ടോ, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. സുബ്രഹ്മണ്യ അയ്യർ എന്ന ആ അധ്യാപകനാണ് ഞാൻ ഓർക്കുന്നത്. ആ അധ്യാപകനാണ് പുള്ളിയിലേക്ക് എയറോനോട്ടിക് എഞ്ചിനീയറിംഗ്
ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഈ വക തലങ്ങളിലേക്ക് പുള്ളിയെ വരാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയത്. അങ്ങനെ നിങ്ങളും എന്താവണം, നിങ്ങളുടെ മക്കൾക്ക് ഒരു ഇൻസ്പിറേഷനാണ്. അതാവാനായിട്ട് മക്കൾക്കല്ല, പഠിപ്പിക്കുന്നവർക്കും മക്കൾക്ക് എല്ലാവർക്കും കൂടി നിങ്ങൾ ആരായിട്ട് മാറണം. യു ഷുഡ് ബി ദ ഇൻസ്പിറേഷൻ. അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു വാക്കായിരിക്കും, ചിലപ്പോൾ കറക്റ്റ് സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഉപദേശമായിരിക്കും, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഒരു പരിഗണനയായിരിക്കും, അല്ലെങ്കിൽ സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തിയതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഒരു തലോടലായിരിക്കും. ദാറ്റ് വിൽ ഹാവ് ഗ്രേറ്റ്. അതിനൊക്കെ വളരെയധികം സ്വാധീനമുണ്ട്. യെസ് അനീഷ, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അതായിരിക്കണം നിങ്ങൾ മികച്ച അധ്യാപകരായിരുന്നു. ഒരിക്കലും ഒരു കുട്ടിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിന്റെ അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അധ്യാപകൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു റോൾ മോഡൽ, നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ റോൾ മോഡൽ ആരാണെന്ന് വെച്ചാൽ എഴുതാൻ പറഞ്ഞു. ഞാൻ ആ കുട്ടി എഴുതിയത് ഇവിടെ പറയുന്നില്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഹു ഈസ് യുവർ റോൾ മോഡൽ? നിങ്ങൾ ഇതുവരെ ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ 30 വയസ്സായിട്ടുണ്ടാവും, 25 വയസ്സായിട്ടുണ്ടാവും, പക്ഷെ അറിഞ്ഞോ അറിയാതെയോ, യെസ് അച്ഛൻ, അമ്മ ആദിത്യ, ജോഷി, ഓക്കെ. മൈ ഫാദർ ആൻഡ് മദർ സിയ, യെസ്, ഓക്കെ. അപ്പോ പാരൻസ്, ഐശ്വര്യ, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കവിത, സിയ, ഓക്കെ. സുമി മണികണ്ഠൻ, ഓക്കെ. രാധിക, മൈ ബ്രദർ ആൻഡ് മൈ മദർ, ഓക്കെ, യെസ്, വെരി ഗുഡ്. ഓക്കെ. അപ്പോ പാരൻസ്, ഓക്കെ. ഫാദി, ചരണ്യമ്മൾ, ഓക്കെ. അപ്പോൾ ഞാൻ ഇനി വിഷയത്തോട്ട് വരാം. അപ്പോൾ കുട്ടികൾ എഴുതി വെച്ചു, ചിലത് മദർ തെരേസ അത് എഴുതി, ചിലത് വേറെ ആളുകൾ എബ്രഹാം ലിങ്കൻ എഴുതി, അത് എഴുതിയതൊക്കെ എഴുതി. പക്ഷേ ഒരു കുട്ടി മാത്രം എഴുതി വെച്ചു, ജോഷി, ഓക്കെ, മൈ മദർ എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ അമ്മ ഒരു സാധാരണ ദിവസം കൂലിക്ക് ജോലിക്ക് പോകുന്ന ഒരു പെണ്ണാണ്. അപ്പോ അവനോട് ചോദിച്ചു, നിന്റെ അമ്മ ഇത്ര വലിയ പ്രശസ്തിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ. എനിക്ക് ഒരു കളിപ്പാട്ടം ഉണ്ടായി കഴിഞ്ഞപ്പോ അത് പൊട്ടി തകർന്നു പോയപ്പോ അത് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു തന്നത് എനിക്ക് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയാണ് എൻ്റെ ആദ്യത്തെ എഞ്ചിനീയർ. ഞാനൊരു എഞ്ചിനീയർ ജീവിതത്തിൽ കാണുന്നത് എൻ്റെ അമ്മയിലൂടെയാണ്. ഞാൻ ബാറ്റ് കളിച്ച് മുറിവ് പറ്റി ഓടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ എൻ്റെ മുറിവില് ബാൻഡേഡ് ഒട്ടിച്ചു തന്ന് മരുന്ന് ഒട്ടിച്ചൊക്കെ തന്നത് എൻ്റെ അമ്മയാണ്. ഞാൻ ആദ്യം കണ്ട ഡോക്ടർ എൻ്റെ അമ്മയാണ്. ഓക്കെ, ശ്രുതി, എൻ്റെ അമ്മയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോഴും അവന്റെ അമ്മയാണ്. അപ്പോൾ ഈ പഠിപ്പിച്ച അധ്യാപകർ തോന്നി ജീവിതത്തിൽ വിലമതിക്കേണ്ടതാണ് അവന്റെ അമ്മയെന്ന് തോന്നി. ഓക്കെ, അപ്പോ ഓരോ സാഹചര്യങ്ങളിൽ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ആ സന്തോഷം അങ്ങനെ വേറൊരു ലെവലിലോട്ട് ഉയർത്തിയെടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാം. ഓരോ കുട്ടികൾ നടന്നു പോകുമ്പോഴുണ്ട്, നമ്മൾ റോട്ടിലൂടെയൊക്കെ ഓരോ കുട്ടികൾ ഞാൻ നടന്നു പോകുമ്പോൾ നമ്മൾ മാറി നിന്ന് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കും, ആ പോകുന്ന കുട്ടി ഒരു സ്വപ്നമാണ്. ആരുടെ സ്വപ്നം? അവന്റെ അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നമാണ്. അവൻ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ അവൻ നടന്നു വരുന്ന കാണുമ്പോൾ ആ മാതാപിതാക്കന്മാരെ കാണുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അവന്റെ ഭാവി, അവന്റെ ഉയർച്ച, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് മക്കള് അച്ഛനും വൈലന്റ് ആവണം. കാരണം അവിടെ സംഭവിക്കുന്നത് ആ സ്വപ്നങ്ങളുടെ കടക്കിലാണ്. ഒരു കോടാലി വന്നിട്ട് ഞാൻ കണ്ട സ്വപ്നം എന്റെ സ്വപ്നമാണ് നീ, അതൊക്കെ ആ ഒരു തലത്തിൽ നിന്നോട് മനസ്സിലാക്കുക. അല്ലാണ്ട് വെറുതെ സ്വപ്നം കാണുക എന്നുള്ള അർത്ഥത്തിലല്ല. സ്വപ്നം എന്ന് പറയുന്ന വാക്കിൽ ഒരുപാട് തലങ്ങളിലുള്ള അർത്ഥമുണ്ട്. ആ ഒരു അർത്ഥത്തിന്റെ തലത്തിൽ നിന്നൂടെയൊക്കെ നമ്മളത് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക്. അപ്പൊ നിങ്ങൾ സ്വയം ചിന്തിക്കുക, നിങ്ങൾ ഒരു കാലഘട്ടത്ത് നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നമായിരുന്നു. യെസ്, നിങ്ങളും എന്തായിരുന്നു? നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നമായിരുന്നു. കാരണം ഇതിനകത്ത് അമ്മമാരായിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ അമ്മയ്ക്ക് അച്ഛന് ഒരു സ്വപ്നമായിരുന്നു. ഇനി ഒരു ചോദ്യം അതിന്റെ കൂടെ കൂട്ടി വെക്കുകയാണ്, ആ സ്വപ്നം നിങ്ങൾ അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നം പൂർത്തിയാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചു? യെസ്.
അപ്പോ ഇനിയും വിജയിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് ആ സ്വപ്നത്തിന്റെ അരികത്തെത്താൻ ഞാൻ അരികത്തെത്തി എന്ന് പറയാൻ ഓക്കെ ആദിത്യ ഓക്കെ 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 അതൊക്കെ ഇനി സമയമുണ്ട്. അപ്പോ അവർക്ക് ആ സ്വപ്നത്തിന്റെ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ, അതായത് നിങ്ങളുടെ കല്യാണം കഴിച്ചവരാണെങ്കിൽ സ്വന്തം അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ചേർത്ത് നിർത്തിയിട്ട് ചോദിക്കുക, എന്നെ കുറിച്ച് അമ്മയ്ക്ക് എന്തായിരുന്നു സ്വപ്നം? അത് അകന്നുകൊണ്ടല്ല ചോദിക്കേണ്ടത്, കെട്ടിപ്പിടിച്ചുകൊണ്ട് അരികത്തോട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറയാം എന്ന് പറയാം. അപ്പൊ നമുക്കറിയാൻ പറ്റും. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് റൂബി, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ അങ്ങനെ പറയുമ്പോൾ അവർ പറയും, ഇതായിരുന്നു ഞങ്ങളുടെ സ്വപ്നം, ഇതായിരുന്നു നീ എന്നുള്ളത്. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, പരീക്ഷയിൽ ജയിക്കുന്നതും ജീവിതത്തിൽ ജയിക്കുന്നതും രണ്ടാണ്. പരീക്ഷയിൽ വിജയിക്കുന്നതല്ല ജീവിതത്തിലുള്ള വിജയം. ജീവിതത്തിലെ വിജയവും പരീക്ഷയിലെ വിജയത്തെയും രണ്ടായിട്ട് കാണണം. പരീക്ഷയിൽ വിജയിച്ച പല ആളുകളെയും നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ട് കണ്ടിട്ടുണ്ട്. അപ്പോ പരീക്ഷയിൽ വിജയിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ജീവിതത്തിൽ വിജയിച്ച് കാണുന്നു എന്ന് നിങ്ങളുടെ മാതാപിതാക്കന്മാർ തിരിച്ചറിയുമ്പോഴും അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറിയ സംപ്രേഷണം പെട്ടെന്ന് ആ വിഷയം എടുത്തിട്ടത് കൊണ്ടും അതിനെടുത്തുകൊണ്ടും പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ്. ഈ വിഷയത്തോടുള്ള ഇഷ്ടം കൊണ്ടും പിന്നെ നിങ്ങളുള്ള തന്നെ സപ്പോർട്ട് കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. ഓക്കെ, ലെറ്റ് us come back to our ഓക്കെ രാധിക, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നമ്മളെപ്പോഴും ഈ പറയുമ്പോഴും ഓക്കെ ജോബി, കാരണം നമ്മളൊരിക്കലും ഏത് ലെവലിൽ വന്നു കഴിഞ്ഞാലും ഇന്നലകളെ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മളത് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ആ സാഹചര്യം ഉണ്ടാകില്ലായെങ്കിലും പക്ഷെ അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലുണ്ടാവും. ഇങ്ങനെയും ഞാൻ കടന്നു വന്നിട്ടുള്ളതാണ്. അപ്പൊ ഏത് സാഹചര്യവുമായിട്ടും പൊരുത്തപ്പെട്ട് നമുക്ക് ഇങ്ങനെയാണ് പോകാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവനെഴുതുന്ന പുസ്തകത്തിൽ അവനെഴുതുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അവനെഴുതുന്ന പുസ്തകത്തില് നമ്മുടെ മേലാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം, ആ സന്തോഷം പോലെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ ജീവിതത്തിൽ വിജയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾക്കൊക്കെ നല്ലൊരു മനസ്സുണ്ട്. കാരണം ഞാൻ നിങ്ങളുടെ വാക്കുകളിലും നിങ്ങളുടെ സമീപനങ്ങളിലും എല്ലാം ഞാനത് കാണുന്നുണ്ട്. പക്ഷെ എവിടെയോ വെച്ച് എന്തൊക്കെയോ ചില ഗ്യാപ്പുകൾ വന്നപ്പോൾ ആ ഒരു ഫ്ലോ അങ്ങനെ നഷ്ടപ്പെട്ടത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് കുറച്ച് പേർക്കുള്ളത്. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്. അപ്പൊ ആ ഫ്ലോയൊക്കെ നമുക്ക് തിരിച്ചു പിടിച്ച് ഇനിയും വിജയങ്ങൾ കൊയ്യാനായിട്ട് നമുക്ക് ഇപ്പോൾ മലയാള സിനിമയിലേക്ക് തിലകൻ കടന്നു വരുമ്പോൾ ഏതാണ്ട് 55 വയസ്സ് പിടിക്കുന്നു. 55 വയസ്സിൽ തിലകൻ കടന്നു വന്നിട്ട് തിലകന്റേതായ ഒരു മാർക്കിംഗ്, ഒരു അടയാളപ്പെടുത്തലും മലയാള സിനിമയിലും തെന്നിന്ത്യൻ സിനിമകളിലും പുള്ളി ഉണ്ടാക്കിയിട്ട് പോയി. കണ്ട 55ാമത്തെ വയസ്സിൽ വന്ന് പുള്ളി അത് അടയാളപ്പെടുത്തി. അപ്പോ വയസ്സ് എന്ന് പറയുന്നത് അതൊരു അക്ഷരം മാത്രമാണ്. അതിനും അപ്പുറത്തേക്കാണ് നമ്മുടെ പ്രകടനമായിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് കൂടുതൽ പ്രയോജനകരമാകട്ടെ. ഞാനിതൊക്കെ പറയാൻ കാരണം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എന്റെ അനുഭവം പറയുന്നത്, ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു. ഞാൻ കളമശ്ശേരിയിലാണ് പഠിച്ചത്. കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ അന്നൊരു പ്രിൻസിപ്പൽ, അദ്ദേഹത്തിന്റെ പേര് ആന്റണി ഐസക് ആയിരുന്നു. ആ 2000 കുട്ടികൾ ആ ക്ലാസ്സിൽ പഠിക്കുന്നത് 2000 കുട്ടികളുടെയും പുള്ളി പേര് ചൊല്ലി വിളിക്കും. അതാണ് എന്റെ പ്രത്യേകത. അത്രയ്ക്ക് ബുദ്ധിമാനായിരുന്നു ആന്റണി ഐസക് സാർ. ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സാർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ക്ലാസ്സിൽ അധ്യാപകർ വന്നിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഫ്രീ ആണെങ്കിൽ കയറിയിട്ട് 1 മണിക്കൂർ സാറങ്ങോട് അവിടെ നിന്നങ്ങോട്ട് ഒരു വിദ്യാഭ്യാസത്തെ കുറിച്ച് നന്നായിട്ട് സാറ് സംസാരിക്കും. അപ്പൊ പിന്നെ 1 മാസത്തേക്ക് പഠിക്കാനായിട്ടുള്ളൊരു ഊർജ്ജവും പിന്നെ ആ ഇൻസ്പിറേഷൻ 1 മാസം അങ്ങോട്ട് പോകും. ആ 1 മാസം കഴിയുമ്പോഴേക്കും വീണ്ടും ചിലപ്പോൾ ഡെസ്പാകും. അപ്പോഴൊക്കെയായിരിക്കും ചില സാറ് വീണ്ടും വരുന്നത്. അപ്പൊ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ സാർ ഇങ്ങനെ വന്നു പോയിരുന്നെങ്കിൽ. ഞാൻ അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ അന്ന് ഞാൻ ആലോചിച്ചത് ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും ആലോചിക്കുന്ന, നമ്മൾ 100 പേരോട് പറയുമ്പോൾ ആർക്കെങ്കിലും ഒരാളിലെങ്കിലും ഒരു മാറ്റം വന്ന് അവരെങ്കിലും ഒരു തീരുമാനമെടുത്ത് അത് മതി നമുക്ക്. ആ ഒരാളിലൂടെ ആയിരിക്കും ലോകത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക. നമുക്ക് എല്ലാവരും മാറട്ടെ എന്നല്ല, നമ്മൾ ആദ്യം സ്വയം മാറാനായിട്ട് ഒരു മനസ്സിലാക്കണം. ഓക്കെ, എപ്പോഴും നമ്മളിലേക്ക് തന്നെ കൂടി ഒന്ന് നോക്കുക. മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുമ്പോൾ നമ്മൾ അവർ എതിരെ പറഞ്ഞിട്ട് പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഇനി അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ട്, ഞാൻ ചിന്തിക്കാറുണ്ടല്ല, ഇനി അവന്റെ പക്ഷത്താണ് ന്യായം എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. അത് വേറെ ആർക്കും പറയാനുള്ളത്.
അപ്പൊ അതൊരു സ്വയം ഒരു വിലയിരുത്തലാണ്. നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുന്നതാണ്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമാണ്. ഓരോ പ്രശ്നങ്ങൾ കാണുമ്പോൾ ആ പ്രശ്നങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കാനും കൂലങ്കഷമായിട്ട് അതിനെ പരിശോധിക്കാനും അതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുമായിട്ടുള്ള മാനസികമായിട്ടുള്ള ആ ഒരു ധൈര്യവും കപ്പാസിറ്റിയും നിങ്ങൾക്കുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹാന്വേഷണം നിങ്ങളുടെ വെരി ഗുഡ് രാധിക, വെരി ഗുഡ്. ഓക്കെ സാദിര, സിയ റഹ്മാൻ, ഓക്കെ, താങ്ക് യു വെരി മച്ച് സജിത, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ അനുഭവമായിട്ട് ഇതിനെ കൂട്ടിച്ചേർക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വേറെ ആളോട് പറയുന്നു. അപ്പൊ അവരുടെ അനുഭവമായിട്ട് കൂട്ടിച്ചേർക്കുന്നു. എൻ്റെ അടുത്ത ആളോട് പറയുന്നു. ഏതെങ്കിലും ഒരു കാലഘട്ടത്ത് ഈ ലോകത്ത് സമൂഹത്തിൽ മാറ്റം ഉണ്ടാവും. അന്നൊരു പക്ഷെ ഞാനോ നിങ്ങളോ ജീവിച്ചിരുന്നു വരികയില്ല. എങ്കിലും നമുക്ക് ആഹ്ലാദിക്കാം. ആ മാറ്റത്തിന് ഒരു തുടക്കക്കാരായ നമുക്ക് സാധിച്ചല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം, ആലോചിക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ അത് ഭയപ്പെടേണ്ടതില്ല. യെസ്, വെരി ഗുഡ്. ഓക്കെ. അത് സിയ മാത്രമല്ല, വേറെയും കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ എല്ലാ നേരവും കറക്റ്റ് ആവണമെന്നില്ല. ഇപ്പോ ഐ ആം ഇൻ എ ഗുഡ് മൂഡ് ആൻഡ് ഗുഡ് സ്പിരിറ്റ്. ഇന്നത്തെ ചില ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അതാണ് പറയുന്നത്. എപ്പോഴും പറയും വലത്തോട്ട് തിരിഞ്ഞിട്ട് എഴുന്നേക്കണമെന്ന് പറയും. വലത്തോട്ട് തിരിഞ്ഞിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാല് ഓക്കെ ജോഷ്നി, വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാല് കുഴപ്പമുണ്ടാവില്ല, അന്നത്തെ ദിവസം നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സുകുമാർ അഴീക്കോടിനോട് സുകുമാർ അഴീക്കോട് മരിച്ചു പോയി, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അഴീക്കോടൻ മാഷ് കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ അഴീക്കോടൻ മാഷിനോട് ഒരിക്കലും ചോദിച്ചു, മാഷ് എന്താണ് കല്യാണം കഴിക്കാതിരുന്നതെന്ന് സൗഹൃദത്തിന് പുള്ളിയോട് ചോദിച്ചു കഴിയുമ്പോൾ പുള്ളി തമാശക്ക് പറഞ്ഞ മറുപടി ഇതാണ്: എനിക്ക് കല്യാണം കഴിക്കാതിരുന്നത് കൊണ്ട് ഇടതുവശത്തെ കൂടി എഴുന്നേക്കാൻ പറ്റും, വലതുവശത്തെ കൂടി എഴുന്നേക്കാൻ പറ്റും. അപ്പോ ഇത് ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞു കുട്ടികളോട്. അപ്പൊ നിങ്ങൾ കഴിയുന്നതും വലതുവശത്തോട് തിരിച്ച് എഴുന്നേക്കാൻ പറഞ്ഞു. അത് പറ്റൂല സാറേ, വലതുവശത്ത് ഹസ്ബൻഡ് കിടക്കുന്നു, പുള്ളിനെ കവച്ച് വെച്ചിട്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, ഇപ്പൊ ഇടതുവശത്തെ കൂടി എഴുന്നേക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ അഴീക്കോടൻ മാഷ് പറഞ്ഞ ഒരു കാര്യമാണ്, എനിക്ക് ഏത് വശത്തെ കൂടി വേണമെങ്കിലും എഴുന്നേക്കാം, അതാണ് ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും കടന്നു വരികയാണ്, ഗ്രാമറിലേക്ക് വരികയാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചതാണോ ചെയ്ത് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, ഷെഹിന, ഐ എം വെരി താങ്ക് യു. അല്ലെ, ഒരാളെ തിരിയുമ്പോൾ എൻ്റെ അത് ഇൻസ്പിറേഷൻ വന്നു എന്നറിയുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം, എൻ്റെ വാക്കുകൾക്ക് ഒരു വിലയുണ്ടാകുന്നു എന്നറിയുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സന്തോഷം, അത് വളരെ വലുത് തന്നെയാണ്. വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോംപ്ലിമെന്റ്സ്. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു സംഭവമായിട്ടല്ല, ഞാൻ എൻ്റെ അറിവ് നിങ്ങളോട് പറയുന്നു. കാരണം ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും ഓരോരുത്തരും കഴിഞ്ഞു പോയിട്ടുള്ളൂ. അപ്പൊ ആ സാഹചര്യം നമ്മളെ ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സാണെന്ന് എനിക്കറിയാം. നിങ്ങൾ റോട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഉത്സവ സ്ഥലത്തോ ഒരു പെരുന്നാൾ സ്ഥലത്തോ നിങ്ങൾ നിന്നിട്ട് മാറി നിന്ന് ശ്രദ്ധിക്കുക. പല ആളുകളിലും നമുക്ക് പഴയ നമ്മളെ കാണാൻ പറ്റും. നിങ്ങളത് റിലാക്സ് ചെയ്ത് നല്ലൊരു മൈൻഡ് ഉണ്ടാവണം, നല്ലൊരു മനസ്സോടു കൂടി നിങ്ങളൊന്ന് മാറി നിന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് കാണുമ്പോൾ അറിയാം, ഒറ്റയ്ക്ക് വന്നവരുണ്ട്, അവരൊരു കൂട്ടുകാരില്ലാണ്ട് ആരെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വിഷമിച്ച് നടക്കുന്നവരുണ്ട്. അതിനോടൊപ്പം തന്നെ കൂട്ടുകൂടി വന്ന് സന്തോഷം പറയുന്ന, ചിരിച്ചു കളിച്ചു പോകുന്ന ആളുകളുണ്ട്. വീണ്ടും ചില ആളുകളുടെ മുഖത്തേക്ക് നോക്കിയാൽ വീട്ടിൽ നിന്ന് വഴക്കിട്ട് വന്നിട്ട് ആ വഴക്കിന്റെ വിഷമം ഉള്ളിലുണ്ടായിട്ടും അത് പുറത്ത് കാണിക്കാതെ ചിരിച്ച് വർത്താനം പറയുന്നവരെ നമുക്ക് കാണാം. ഈ അടുത്ത കാലത്ത് കല്യാണം കഴിഞ്ഞ ദമ്പതിമാരെ കൈകൾ പുറത്ത് പിടിച്ചുകൊണ്ട് പോകുന്നത് കാണാം. അത് മറ്റുള്ളവരെ കണ്ടോട്ടെ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് തമാശകൾ പറഞ്ഞോളൂ. അങ്ങനെ ഒരുപാട് മുഖങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളാണ്. നമുക്ക് അങ്ങനെയൊക്കെ പോകുന്ന ജോബി, ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെയല്ല നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും, പഴയ നമ്മളെ കാണാൻ പറ്റും, പഴയ നമ്മളെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഇതിങ്ങനെ തിരക്ക് വരുന്നതിന് മുമ്പ്, ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പൊക്കെ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു.
നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഇതിനെ വായിലോട്ടം എന്നൊക്കെ പറയും. പക്ഷെ ഇതല്ല, നമ്മൾ നിരീക്ഷണമാണ്. നമ്മൾ ഒബ്സർവ് ചെയ്യണം. നമ്മളെ തന്നെ നമുക്ക് പലരും കണ്ടെത്തുന്നുണ്ട്. ആ ഒരു എസ്തെറ്റിക് സെൻസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പഴയ നമ്മളെ കണ്ടെത്താനായിട്ട് പലരിലും നമുക്ക് പഴയ നമ്മളെ കണ്ടെത്താൻ സാധിക്കും. ഇത് തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളിലേക്ക് നോക്കുക. യെസ്, അതിൻ്റെ അകത്ത് ഞാൻ ബാലചന്ദ്രമേനോൻ പറഞ്ഞ ഒരു ഡയലോഗ് പറയും കേട്ടോ. വിവാഹിതരെ ഇതിലെ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് വിവാഹിതരെ ഇതിലെ എന്ന് പറയുന്ന സിനിമയില് ബാലചന്ദ്രമേനോൻ പറയുന്ന ഒരു ഡയലോഗ് പറയും, ലോകത്ത് ഒരു സ്ത്രീക്കും അവൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന പുരുഷനെ ഭർത്താവായിട്ട് ലഭിച്ചിട്ടില്ല. ലോകത്തൊരു പുരുഷനും അവൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന സ്ത്രീയെ അവന്റെ ഭാര്യയായിട്ട് ലഭിച്ചിട്ടില്ല. യെസ്, ഞാൻ ഇനി ഭാവിയിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ലോകത്ത് നടക്കുന്ന കണ്ടുമുട്ടിയതിനു ശേഷമുള്ള ഒരു പരസ്പര സഹകരണവും ഒരു ബന്ധത്തിന്റെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഭാവിയിലേക്ക് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് വിചാരിച്ചൊരു വിഷയം ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. വിചാരിച്ച വിഷയം ഇതാണ്: ലവ് മാരേജ് ആണോ അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആണോ? വിച്ച് ഈസ് ബെസ്റ്റ്? ഏത്? ഇത് നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷിൽ അനീഷ, വെരി ഗുഡ്, താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. ഓക്കെ, ഞാനിത് നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷിൽ പറയിപ്പിക്കണമെന്ന് വിചാരിച്ചാണ്. ലവ് മാരേജ് ആണോ അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആണോ? വിച്ച് ഈസ് മോർ ബെസ്റ്റ്? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അച്ഛനെയും അമ്മയെയും നമ്മളൊന്ന് നോക്കുക. നമ്മുടെ അച്ഛനെയും അമ്മയെയും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അവര് ഒരുപക്ഷെ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരായിരിക്കില്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അവര് കല്യാണം കഴിച്ചതിന് ശേഷം മാരേജ് ഇല്ലാത്തതാണ് നല്ലത്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അങ്ങനെ വേണ്ട കല്യാണം. രണ്ട് കണക്ക് അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ പോവാം അല്ലേ? വെരി ഗുഡ്. നിങ്ങളൊക്കെ നല്ല നിലവാരമുള്ള ആളുകളാണ്. ബോത്ത് ആർ ഈക്വൽ. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മുടെ വീട്ടിലെ അച്ഛൻ, നമ്മുടെ അമ്മ, അവരൊന്നും കല്യാണം കഴിച്ചിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നേക്കാൾ മുമ്പ് സ്നേഹിച്ചവരുന്നവരല്ല. കല്യാണം കഴിച്ചതിന് ശേഷമാണ് അവർ സ്നേഹിച്ചത്. പക്ഷെ അവരുടെയൊക്കെ ജീവിതം ചെറിയ ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും. അത് എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും പൊട്ടലും ചീറ്റലുകളൊക്കെ ഒരു സീരിയസ് ആയ വിഷയമായിട്ട് നമ്മുടെ ഉണ്ട്. പക്ഷെ അവര് സ്മൂത്തായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് കൃത്യമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുഴപ്പങ്ങളില്ലാണ്ട് 10-35 വർഷം അവർ ജീവിച്ചില്ലേ. പക്ഷേ നമ്മൾ സ്നേഹിച്ചു. ഇപ്പൊ ഇതിനകത്ത് എത്ര പേര്, എല്ലാവരും ഞാൻ പറയുന്നത് അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഞാനൊരു പൊതുവായിട്ടുള്ള കാര്യം, എക്സെപ്ഷൻസ് ക്യാൻ ബി നോട്ടീസ്ഡ്. എല്ലായിടത്തും എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ലവ് നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്. ഓക്കെ 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 സാധ്യത. ഓക്കെ, അതായത് ചിലപ്പോൾ നമ്മൾ സ്നേഹിച്ചു, നമ്മൾ ഇഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കല്യാണം കഴിച്ചു. പക്ഷെ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നേരെ മറിച്ച് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സ്നേഹിക്കാതെ കല്യാണം കഴിച്ചതിന് ശേഷം സ്നേഹിച്ചവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ താരതമ്യം ചെയ്യുമ്പോൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരുടെ ജീവിതത്തിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് കേട്ടെ. അങ്ങനെ അവരുണ്ട് അല്ലേ സാർ? ഓക്കെ 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 ഓക്കെ. യെസ് 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 യെസ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതെല്ലാം ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നതിൽ മിക്കവരും സാറിന്റെ എങ്ങനെയാണെന്നോടെ അതാണല്ലേ, ഞാനത് വേറെ രീതിയിൽ എടുത്തു. വലിയ കുഴപ്പമില്ല, അതൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അയാൾ 25 വർഷം കഴിഞ്ഞു. 2 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികളാണ്. ഓക്കെ, സി അണ്ടർസ്റ്റാൻഡിങ് ആണ് മെയിൻ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. അതാണത്. അത് വളരെ ഒരു കാര്യമായിട്ട് നമ്മൾ കരുതൽ എന്ന് പറയില്ലേ, അത് മറ്റൊരാൾക്ക് ഫീൽ ചെയ്യും. പിന്നെ ചില ആളുകൾ പറയാറുണ്ട് ഉള്ളിൽ സ്നേഹം കൊണ്ട് എനിക്ക് സ്നേഹിക്കുക. അതൊക്കെ വെറുതെ പറയുന്നത്. എനിക്ക് എന്റെ അഭിപ്രായം, ആ സ്നേഹം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും. എങ്ങനെയൊക്കെ ആണെങ്കിലും അത് ഉള്ളിലാണ് സ്നേഹം എന്ന് പറയുന്നതിനോട് എനിക്കെന്തോ അതിനോട് അത്ര വലിയ യോജിപ്പില്ല. അത് സ്നേഹമില്ലാതിരിക്കുകയും എന്നാൽ സ്നേഹം ഉള്ളതാണ് എന്ന് പറയാനും വേണ്ടിയിട്ട് പറയുന്ന ഒരു രീതി പോലെ വന്നത്. നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, നമ്മുടെ കരുതൽ, അത് പറയുന്നതിലല്ല. ആ ഓക്കെ കെയറിങ്, അത് നമ്മൾ അനുഭവിച്ചറിയുന്നതിലാണ്. നമ്മൾ അനുഭവിച്ചറിയണം, നമ്മൾ പറയേണ്ടത്.
നമ്മള് ഈ നിങ്ങൾ കണ്ടു കാണും, ഒരു വടക്കൻ വീരകഥ സിനിമയിൽ ഒരു സീനില് മമ്മൂട്ടി അങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് കുറച്ചങ്ങനെ ചെന്നിട്ട് ആ പെൺകുട്ടിയെ തിരിഞ്ഞൊന്നും നോക്കുന്നുണ്ട്. ആ തിരിഞ്ഞു നോട്ടത്തിലുണ്ട് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതായത് ആ ലുക്കില് മനസ്സിലായില്ല. അതാണ് ചില ഡയലോഗിലൂടെ പറയുന്നില്ല. യെസ് യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, അതൊക്കെ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് ആണെങ്കിലും ഇത് കൊണ്ടുവരാം, നോ പ്രോബ്ലം. അത് എന്താ പറയാ, തഞ്ചത്തിലും ഭയത്തിലൊക്കെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഉള്ളത് മിക്കവരും കല്യാണം കഴിഞ്ഞവരായതുകൊണ്ടാണ് ഞാനിങ്ങനെ കൈവിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാനത് കണ്ടുപോയത് പറയുമായിരുന്നു. അപ്പോൾ കമന്റുകൾ വരുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓ യെസ് യെസ്, ഓക്കെ 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 ഓക്കെ, ശരിയാണ് ശരിയാണ്, ഓക്കെ ഓക്കെ ശരിയാണ് സാധ്യത, ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇത്രയൊക്കെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിലെ ആൺകുട്ടികൾ കുറവാണ്. ഒരു ദിവസം നിങ്ങളുടെ ഭർത്താവ് എല്ലാ ദിവസവും വീട്ടിൽ വരുന്ന ആളാണെങ്കിൽ ഒരു ദിവസം അദ്ദേഹം വന്നിട്ടില്ല എങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു വിഷമം ഒന്ന് ആലോചിച്ച് നോക്കി. എവിടെയെല്ലാം അത് റിഫ്ലക്ട് ചെയ്യുന്നറിയോ? എവിടെയെങ്കിലും റിഫ്ലക്ട്, ഓരോ സമയത്ത് രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയം വരെ അതത് റിഫ്ലക്ട് ചെയ്യും. അന്നൊരു പക്ഷെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. കാര്യശരി എല്ലാ ദിവസവും വഴക്കിടാൻ എനിക്ക് ഒരാൾ വേണ്ടേ? യെസ്. അപ്പോ അതൊക്കെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഒരു ദിവസം നമ്മൾ കാണാണ്ടായി കഴിഞ്ഞാൽ, ഒരു മണിക്കൂർ വരാൻ താമസിച്ചു കഴിഞ്ഞാൽ അത് അപ്പോഴനുഭവിക്കുന്ന, ഇപ്പൊ ഇതൊക്കെ ഞാനിത് പറയാൻ കാരണമേ, ഞങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ സങ്കല്പിച്ചിട്ട് അതിന് ഓരോ കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കണം. അങ്ങനെ എഴുതി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങനെ സങ്കല്പിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ്. ഓക്കെ, ഓക്കെ ഓക്കെ, ഒരു വഴക്ക് കഴിഞ്ഞാൽ സ്നേഹം വരും. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങളൊക്കെ വളരെ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഭാര്യമാരാണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ഓ, സാറ് പൊളിയാണ്, എന്നെ അവിടെ ഉയർത്തി കൊണ്ടുപോയത് അല്ലേ? ഓക്കെ, എന്തോ ഞാൻ പറഞ്ഞില്ലേ, ഇതെന്തോ ആ ഫസ്റ്റ് വന്നപ്പോ തന്നെയുള്ള നല്ല മൂഡ്. ഇവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓ യെസ് അനീഷ, ഇവിടുന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു ഫംഗ്ഷൻ ഉണ്ട് അധ്യാപക ദിനത്തിന്. അപ്പൊ അതിന് അവരവിടെ ഞാൻ വന്നപ്പോൾ അവരവിടെ അലങ്കാരപ്പണികളൊക്കെ നമ്മുടെ സലീംകുമാറിന്റെ പഴയ ഭാഷയെ പറഞ്ഞ് അലങ്കോലപ്പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ കയറിയത്. ഒരു പക്ഷെ അതായിരിക്കും ആ ഒരു നല്ലൊരു മൂഡ് കിട്ടിയത്. അപ്പൊ ആ ഒരു മൂഡിന്റെ പുറത്ത് പിന്നെ നിങ്ങളുടെ ഈ നല്ല കമന്റുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കൈവിട്ടു പോയതാണ്. യെസ്, അപ്പൊ ഇനിയിപ്പോ ഏതായാലും 20 മിനിറ്റ് കൂടി ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, യെസ് ഓക്കെ ഓക്കെ ഓക്കെ, നേരത്തെ ചോദിച്ച ചോദ്യം അതൊന്നും പേടിക്കേണ്ടത്. ജീവിതം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ എനിക്ക് അറിയാവുന്ന പറയും, വളരെ മദ്യപാനിയായിരുന്ന ഒരാൾ, പക്ഷെ വളരെ മദ്യപാനി എന്ന് പറഞ്ഞാൽ വളരെ മദ്യപാനി തോന്നിയ പോലെ നടന്നിരുന്ന ഒരാള്, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാള്, അയാള് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ ആ പ്രദേശത്തുള്ള എല്ലാവരും പറഞ്ഞു, ഓ ആ പെണ്ണിന്റെ വിധി തീർന്നു, ആ പെണ്ണിനെ അങ്ങനെ പറഞ്ഞു. പക്ഷേ ആ കല്യാണം കഴിച്ചതിന് ശേഷം പുള്ളി മദ്യപിച്ചിട്ട് പുള്ളി അവിടെ തുടങ്ങി വേറൊരു മനുഷ്യനായിട്ട് മാറി. അത് ആ പെൺകുട്ടിയുടെ വിജയമായിരുന്നു. അപ്പൊ അതുവരെ മദ്യപിച്ച് തോന്നിയ പോലെ നടന്ന ആ ആളെ മാറ്റിയെടുക്കാനായിട്ട് ഏതൊരു മനുഷ്യന്റെ വിജയത്തിന്റെ പിന്നിലും ആരുണ്ടാവും? ഒരു സ്ത്രീ ഉണ്ടാവും. മനസ്സിലായി? രാവിലെ നിങ്ങൾ ഭർത്താവിനെ യാത്രയാക്കി, അപ്പൊ നല്ല ഭർത്താക്കന്മാരെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അത് പറയൂല്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭാര്യമാരെ കയറുമല്ലോ. അതുകൊണ്ടാണ് അത് പറയാത്തത്. രാവിലെ നിങ്ങൾ ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിച്ച് റെഡിയാക്കി ഭർത്താവ് പോകുമ്പോ അത് അവരെ റെഡിയാക്കി വിടുന്നില്ലേ? അവരെ ജോലി എടുക്കാനായിട്ടുള്ള ഒരു ഉന്മേഷത്തിൽ അവര് വിടുന്നില്ല. അപ്പൊ നിങ്ങളാണ് അവരുടെ പിന്നില്. കണ്ട, ആ മനുഷ്യൻ അവിടെ പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് വിജയിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഇവിടെ നിന്ന് റെഡിയാക്കി വിട്ട ഒരാൾ ഇവിടെ ഉണ്ട്. ആ ആള് നിങ്ങളാണ്. അപ്പൊ ആ മനുഷ്യന്റെ വിജയത്തിന്റെ പിന്നിലുള്ള ഒരാളാരാണ്? നിങ്ങളാണ് വിജയത്തിന് പിന്നിൽ. അപ്പൊ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ഭർത്താവിന്റെ, നിങ്ങളുടെ മക്കളുടെ, എല്ലാവരുടെയും വിജയത്തിന് പിന്നിലുള്ള ഒരു സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ഒരു സ്ത്രീ നിങ്ങളാണെന്ന് ഓർക്കുക. ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ വലിയ സംഭവമാണ്. നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട്
നിങ്ങൾ തോളത്ത് തട്ടിയിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ ഭയങ്കര ഒരു സംഭവം എന്ന് പറയണം. അതല്ലാതെ നിങ്ങൾ ഒരുപക്ഷെ ഞാൻ മോശമാണ് ഇതല്ല. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചൊരു അഭിമാനം വേണം. നിങ്ങൾ അങ്ങനെ പറയാം ഞാൻ അങ്ങനെ ഒരു സാര സംഭവം ഒന്നുമില്ല. തോളത്ത് തട്ടിയിട്ട് നിങ്ങൾ തന്നെ പറയാം ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്, ഞാൻ എന്നെ കുറിച്ച് ഓർത്തിട്ട് അഭിമാനിക്കുന്നു എന്ന് പറയാം. അത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള കോൺഫിഡൻസ് ലെവലിൽ അതങ്ങാട് വർദ്ധിപ്പിക്കും. അത് വർദ്ധിപ്പിക്കുന്നത് വളരെയധികം വർദ്ധിപ്പിക്കുന്നത്. മനസ്സുകൊണ്ട് നമ്മൾ അങ്ങനെ ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. യെസ് ജോഷ്നി, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു അഭിമാനം വേണം. അല്ലാതെ നമ്മൾ അതല്ല യെസ് പഴയ എണ്ണത്തിന് ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ് സാർ. ഓ വെരി ഗുഡ്. യെസ്, നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു അഭിമാനം. നിങ്ങളൊന്ന് തിരിച്ചു പോയാൽ നിങ്ങളുടെ കോളേജ് കാലഘട്ടങ്ങളിലേക്ക് പ്ലസ് ടുവിന് പഠിച്ച ഞാൻ സൂപ്പറാ പാർവിൻ പറഞ്ഞു കഴിഞ്ഞു, സിയ പറഞ്ഞു മീ ടു, ഓക്കെ ഐ ലവ് മൈസെൽഫ്. സാധിര ഓക്കെ. ഇനി യെസ് വാട്ട് ഈസ് നെക്സ്റ്റ്? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തിനാ തോളത്ത് തട്ടിയിട്ട് പറയുക ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്, ഞാൻ പൊളിയാണ്, വെരി ഗുഡ് റൂബി, അങ്ങനെ പറയുക. ഓക്കെ 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 സെൽഫ് റെസ്പെക്ട് മെയിൻ. ഓക്കെ, നമ്മളെ ഒന്ന് ബഹുമാനിക്കുക. ഷഹിന ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ജോഷി ഓക്കെ ഞാൻ സെറ്റാണ് സാർ. ഓക്കെ വെരി ഗുഡ്. ഞാൻ വേറെ ലെവലാണ് സാർ. ഓക്കെ വേറെ ലെവലായിരിക്കണം. ഓക്കെ സാധിര ഓക്കെ 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 വേറെ ലെവല്. എങ്കിൽ മാത്രമേ നിങ്ങളിൽ നിന്ന് നമ്മൾ ചില ആളുകളുടെയൊക്കെ പ്രകടനങ്ങൾ ഇങ്ങനെയൊക്കെ അവന് സാധിക്കുമായിരുന്നു ഇത് നമ്മൾ ചെയ്ത് ചിന്തിക്കാറില്ലേ? അപ്പോ അത് ഭയപ്പെടേണ്ട ആവശ്യം. ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. സജിത വെരി ഗുഡ്. ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. യെസ് ഓക്കെ. ഇനി ഞാൻ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. ഞാൻ പിന്നീട് ചോദിക്കാൻ വിചാരിച്ചിരുന്നത് നിങ്ങളെ കൂടി ഇംഗ്ലീഷിൽ പറയിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ച് നേരത്തെ ചോദ്യമില്ല. ഇനിയിപ്പോ അതിന്റെ എന്താ പറയാ മധുരിത് പോയി. കാരണം ചില ആളുകൾ ഞാൻ പറഞ്ഞു പോയി അറിയാണ്ട് ഈ സന്ദർഭത്തിൽ അറിയാണ്ടല്ല ആ സന്ദർഭം വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയെന്നാണ്. അതായത് വിച്ച് ടൈപ്പ് ഓഫ് മാരേജ് ഈസ് ബെസ്റ്റ്, അറേഞ്ച്ഡ് മാരേജ് ഓർ ലവ് മാരേജ്? ആരെങ്കിലും ഒരാൾ പറ, ഇംഗ്ലീഷ് പറഞ്ഞോട്ടെ. ഐ ആം സൂപ്പർ. ഓക്കെ സൂപ്പർ വൈഫ്, സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. വെരി ഗുഡ്. യെസ് അല്ല ഞാൻ ഒരു 3-4 വർഷം ബാക്കിലേക്ക് പോയി. ഓക്കെ വെരി ഗുഡ്. യെസ്. അപ്പോ വാട്ട് ഡു യു പ്രിഫർ? നമുക്കൊരു ഡിബേറ്റ് പോലെ എടുക്കാം. അറേഞ്ച്ഡ് മാരേജ് ആണ് നല്ലതെന്ന് പറയുന്നവര് അവർ പറയരുത്. വൈ, എന്തുകൊണ്ടാണ് അറേഞ്ച്ഡ് മാരേജ് നല്ലത്? ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ബോത്ത് ഹാവ് ദെയർ ഓൺ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. വെരി ഗുഡ്. യെസ് ഓക്കെ. ഞാൻ വന്നതിന് ശേഷം എന്നെ അറേഞ്ച്ഡ് മാരേജ് ഭർത്താവിന് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്ലസ് പോയിന്റ് അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ് ഓക്കെ ഓക്കെ ഓക്കെ. ഓ അറേഞ്ച്ഡ് മാരേജ് ആണുള്ള ക്ലിച്ച് പിടിക്കുന്നത്. ബോത്ത് ഫാമിലി. ലവ് മാരേജ് ഈസ് ആൾസോ ഗുഡ്. ജോബി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സിയ, ഇഫ് ദർ ഇസ് എ ട്രൂ ലവ് കെയർ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ സിയ വെരി ഗുഡ്. ജോഷി നീ പറയുന്നത് ലവ് മാരേജ് ഈസ് ഗുഡ്. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ ബോത്ത് ടൈപ്പ് ഓഫ് മാരേജസ് ആർ ദർ. അപ്പൊ ഐ ടോൾഡ് യു ദാറ്റ് വിച്ച് മാരേജ് ഈസ് മോർ ബെസ്റ്റ് മാരേജ്, that means arranged marriage or yes okay 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 arranged marriage. Aparna, arranged marriage is good. Okay yes yes. ഞാൻ അറേഞ്ച്ഡ് മാരേജ് ഇസ് ഗുഡ് എന്ന് പറഞ്ഞവരോട് ചോദിക്കേണ്ട ഒരു വെറുതെ ജസ്റ്റ് ഫോർ ഡിബേറ്റ് എന്നുള്ള രീതി ചോദിക്കുന്നു. നമുക്ക് അത് ഈ ആളെ പരിചയമുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടത്തല്ല, നമ്മുടെ അമ്മൂമ്മമാരുടെ കാലത്ത്, ഒരുപക്ഷെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ കാലഘട്ടത്തിനും അപ്പുറത്ത് അമ്മൂമ്മയുടെ കാലഘട്ടത്തിൽ ബോത്ത് മാരേജസ് ഷുഡ് ഹാവ് ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ്. ഓ വെരി ഗുഡ്. രണ്ടും സാധ്യത പറഞ്ഞതിൽ രണ്ടും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അണ്ടർസ്റ്റാൻഡിങ്ങും കെയറിങ്ങും വേണം. അണ്ടർസ്റ്റാൻഡിങ് വേണം. ബോത്ത് ആർ ഗുഡ്. ജോബി പറഞ്ഞത് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതായത് നമ്മുടെ അച്ഛനല്ല അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ, ഓക്കെ, അവരുടെയൊക്കെ കാലഘട്ടത്തിലുള്ള ആ വിവാഹത്തില് ഒരുപക്ഷെ ഒരു ചായ കൊടുക്കുമ്പോഴുള്ള ഒരു പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാലഘട്ടത്തിൽ അത്രേ ഉണ്ടാവുന്നുള്ളൂ. യെസ്, മെന്റലി സപ്പോർട്ട്. ഓക്കെ 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 ഓക്കെ. മെന്റാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ഓക്കെ രാധിക.
ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്നത് ആ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. ഒരു ചായ കൊടുക്കുമ്പോൾ കണ്ടൊരു പരിചയം മാത്രമേ ഉണ്ടാവും. ഈ ചായ കൊടുക്കുമ്പോൾ കണ്ടു പരിചയമുള്ള ഒരാളോട് അയാൾ ഏത് സ്വഭാവമാണെന്നറിയില്ല, എന്താണ് അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണം എന്നറിയില്ല, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജീവിത രീതി എന്നറിയില്ല, ഇതെല്ലാം ഒന്നും അറിയാൻ പറ്റാത്ത ഒരാളോട് കൂടി ശേഷിക്കുന്ന 10-50 വർഷം ജീവിക്കാൻ പോവുകയാണ്. റിസ്ക് അല്ലേ? അഡ്ജസ്റ്റഡ് ഫാമിലി സജിത. യെസ്, എല്ലാരും ലെക്കാണ് റൂബി പറയുന്നത് അല്ലെ? ലെക്ക് ഡെഫിനറ്റ്ലി സാർ. എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ട് നമ്മളെ കേട്ടിട്ട് അല്ലെ? വെരി ഗുഡ്. അറേഞ്ച്ഡ് മാരേജ്. യെസ്. എന്ത് വന്നാലും പാരന്റ്സ് നോക്കിക്കോളും. ഓക്കെ 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 സാധ്യത. ഓക്കെ 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 ഓക്കെ. ഞാനൊരു ഇത് പറയുന്നത്, ഞാൻ എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ മകളോട് ചോദിച്ചു തരാം, നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ മകൾ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ കല്യാണം പപ്പയും അമ്മയും കൂടി നോക്കി നടത്തി തന്നാൽ മതി. പിന്നെ അതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് രണ്ടുപേർക്കായിരിക്കും. അപ്പൊ നേരത്തെ ഇവിടെ ഒരാൾ എഴുതിയില്ലേ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും മാതാപിതാക്കന്മാർ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് പറഞ്ഞപ്പോൾ ഞാൻ ആ വാചകം ഓർത്തതാണ്. ഓക്കെ 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 ഓക്കെ, ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഫിനാൻഷ്യൽ ഒരു സെക്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭയങ്കര സെക്യൂരിറ്റി എന്നല്ല, ഒരു ഫിനാൻഷ്യലി സൗണ്ട് അല്ലെങ്കിലും ഒരു അഡ്ജസ്റ്റബിലിറ്റി വന്നു കഴിഞ്ഞാല്. യെസ് യെസ്. ഓക്കെ സജിത. ഓക്കെ 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 സാധിത. ഓക്കെ. വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ചുകൂടി ധൈര്യം ഉണ്ടാവും. അതല്ല എങ്കിൽ നമുക്ക് കുറച്ച് ഒരു ധൈര്യക്കുറവ് ഫീൽ ചെയ്യും. കാര്യം അത് കടലാസ് പേപ്പർ ആണെങ്കിലും അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ധൈര്യം ഉണ്ടാവും. കാരണം അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. അപ്പൊ അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ജീവിതത്തിൽ മണി പവർ. പിന്നെ ഇന്നത്തെ വേറൊരു കാര്യം കൂടിയൊക്കെ ഉണ്ട്. ഓക്കെ 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 ഓക്കെ. യെസ്, ദർ ഇസ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ബോത്ത് വൈഫ് ആൻഡ് ഹസ്ബൻഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ശരിയാണ്. ഓക്കെ. പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ശ്രദ്ധിക്കുക. രണ്ടുപേരും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു കലക്കമുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ട് മൂന്നാമതൊരാൾ ഒരിക്കലും കണ്ടെത്തും. അതായിരിക്കണം ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അനുശ്രീ. ഓക്കെ. അതാണ് കുടുംബജീവിതത്തിൽ ഏറ്റവും അത് തീർക്കുന്നത് നിങ്ങൾ രണ്ടുപേരുമാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞു. അത് നല്ല ടൈംസ് ആയിരിക്കുമ്പോൾ തന്നെ പറഞ്ഞ് ആ കാര്യത്തിൽ ധാരണയിൽ വരും. നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ പറഞ്ഞു അത് പറഞ്ഞ് വേറൊരാളോട് പറയാം. കാരണം നമ്മളത് വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്നറിയാം. കുറച്ചു നാൾ കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹവും, പക്ഷെ നമ്മൾ പറഞ്ഞ വാക്ക് വേറെ ആളുടെ ചെവിയിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും നിങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. അത് നേരത്തെ തന്നെ ഓക്കെ ഓക്കെ അത് സാധാരണ ഓക്കെ പറഞ്ഞ് തീർക്കുന്ന ഒരു രീതി നേരത്തെ തന്നെ പറഞ്ഞ് സെറ്റിലാക്കി വെക്കുക. നല്ല സ്നേഹമായിരിക്കുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റായി. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് നേരിട്ട് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ ജൂബി. യെസ്. ഓക്കെ 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 ഓക്കെ. അത് നിങ്ങൾ മാത്രം അറിയാന്നുള്ളത് അതിനെ കുറിച്ച് എനിക്ക് പറയാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിവിടെ അറേഞ്ച്ഡ് മാരേജും ലവ് മാരേജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി വിച്ച് മാരേജ് ഈസ് ബെസ്റ്റ് എന്ന് നിങ്ങൾ പറഞ്ഞത്. മിക്കവരും അറേഞ്ച്ഡ് മാരേജിലോട്ടാണ് വന്നത്. പിന്നെ കുറച്ച് പേര് പറഞ്ഞു ഇറ്റ് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലക്ക്. ഇത് ഭാഗ്യത്തെയും കൂടി ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളൊക്കെ നല്ല ഭാഗ്യമുള്ളവരാണ്. യെസ്, നമ്മുടെ കാര്യങ്ങൾ വേറെ ഇടപെടരുത്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഓക്കെ 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 ഓക്കെ. ഇത് ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമാണ്. എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ആകണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ചെയ്യേണ്ടത് അഭിപ്രായങ്ങൾ കേൾക്കാം. തീരുമാനം നിങ്ങളുടെ. ഓക്കെ, തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിലും അഭിപ്രായം കേൾക്കാം. അതില്ലാതെ തെറ്റുന്നില്ല. ഞാൻ അവൻ പറയുന്നത് കേൾക്കും, ഇവൻ പറയുന്നത് കേൾക്കും, ഇവിടെ എല്ലാം ഞാൻ കേൾക്കും. പക്ഷെ ഐ വിൽ ഡിസൈഡ്. ഞാൻ തീരുമാനിക്കും എന്ത് വേണമെന്ന്. അല്ലേ? ചില യെസ്, ഭാഗ്യം തുണച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇനിയും ഭാഗ്യം തുണച്ചുകൊള്ളുക. ഒരു ഓക്കെ ചെയ്യാൻ
ഓക്കെ. ഓക്കെ. ചില ഭർത്താക്കന്മാർ പറയാറില്ലേ, ഞാനൊരു വര വരച്ച എന്റെ ഭാര്യ ആ വരയിൽ നിൽക്കും. ആ വര വിട്ട് അവള് പുറത്തേക്ക് പോകില്ല. അപ്പൊ ഭാര്യ പറയും, അതൊക്കെ ശരിയാണ്, എന്റെ ഭർത്താവ് ഒരു വര വരച്ചാൽ ആ വര വിട്ട് ഞാൻ പുറത്തു പോകില്ല, ആ വരയിൽ നിൽക്കും. പക്ഷെ എവിടെ വരക്കണം എന്നുള്ളത് ഞാൻ പുള്ളിയോട് പറയും. ആ സ്ഥലത്തെ പുള്ളി വരക്കാവും. അപ്പോ ഭർത്താവ് വര വരക്കുന്നു, ഞാൻ വരയിൽ നിൽക്കുന്നു, പക്ഷെ എവിടെ വരക്കണം എന്നുള്ളത് ഞാൻ പറയും. ആ അവിടെ നിന്ന് മാറ്റി വരച്ച ഭർത്താവ് എന്റെ സ്വഭാവം പറയും. യെസ്. ഓക്കെ. സജിത, ഓക്കെ. യെസ്. ഓക്കെ. ഞാൻ പൊതുവെ ഒരു കാര്യം പറയട്ടെ, ആണുങ്ങൾ പൊതുവെ കുഴപ്പക്കാരൊന്നുമില്ല, അവര് നല്ലവരാണ്. അപ്പൊ പറയുന്നത് സ്ത്രീകൾ കുഴപ്പക്കാർ, നിങ്ങൾ നല്ലവരാണ്. പിന്നെ ആണുങ്ങൾ രണ്ടുപേരുടെയും ശരീരപ്രകൃതിയും നേച്ചറും രണ്ട് രീതിയിലല്ലേ. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാകുന്ന വിഷയങ്ങളും അതിനനുസരിച്ചുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളും വാക്കുകളൊക്കെ വരും. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു പ്രശ്നമുള്ളൂ. അല്ലാണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് നാല് തണുത്ത് കഴിയുമ്പോൾ നിങ്ങൾ വരക്കുന്ന വരയിൽ വന്ന് നിൽക്കും. അവിടെ വരക്കുന്ന വരയിൽ വന്ന് നിർത്താൻ എന്റെ എക്സ്പീരിയൻസ് പറയണമെന്ന്. അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ലാത്ത പോകുന്ന ജോഷി, വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വഴക്ക് നിങ്ങൾ വീട്ടിലിടുകയാണെങ്കിൽ ആ നിങ്ങൾ തമ്മിലിടുന്ന വഴക്ക് കഴിയുന്നത് മക്കള് കാണാതിരിക്കാൻ വേണ്ടി നോക്കാം. പക്ഷെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നത് മക്കൾ കാണുകയും വേണം. യെസ്. ഈഗോ ഒക്കെ നമുക്ക് മാറ്റാൻ സജിത, ഡോണ്ട് വറി, ബി ഹാപ്പി. നിങ്ങൾ തമ്മിൽ സ്നേഹമായിരിക്കുന്നത്, തമാശ പറയുന്നത്, കളി പറയുന്നത്, കാരണം അതൊക്കെ ഈ കുട്ടികളുടെ മാനസികമായ വളർച്ചയെ ബാധിക്കും. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടില് വഴക്കിട്ടതിന് ശേഷം സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയെ നിങ്ങൾ വേറൊരു വഴി കൂടി വേറെ സ്ഥലത്ത് പോയി നിന്ന് നോക്കി അത് വിഷമിച്ചായിരിക്കും ആ കൊച്ചു പോണത്. ആ വാക്കുകൾ ആ കൂടെ ഇറങ്ങി പോകുമ്പോണ്ടാകുന്ന വിഷമം ആ കുട്ടിയുടെ മുഖത്തുണ്ടാവും. അവന് പിന്നെ ക്ലാസ്സിൽ പോയി വല്ലതും ശ്രദ്ധിക്കാൻ പറ്റുമോ? നമ്മൾ പറയും ഞാനും എന്റെ ഭർത്താവും കൂടിയാണ്, ഞാനും അച്ഛനും കൂടിയാണ് വഴക്കുന്നത്, നിനക്ക് എന്താ കാര്യം ചോദിക്കും. പക്ഷെ അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങളുടെ ശരീരത്തിൽ ഒരു കുരു വന്നു കഴിഞ്ഞാൽ ആ കുരു വന്ന സ്ഥലം മാത്രമാണ് വേദന എടുക്കുക, ആ പ്രദേശം മുഴുവൻ എടുക്കാറില്ലേ. എവിടെ തൊട്ട് കഴിഞ്ഞാലും ആ കുരു വന്ന സ്ഥലത്ത് ചെന്ന് മുട്ടും. ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ആ മുറിവ് തന്നെ എവിടെ നമ്മൾ സ്പർശിക്കുമ്പോഴും മുട്ടുന്നത്. അപ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ആ സ്ഥലത്തിന് ബോഡിയിലുള്ള ആ സ്ഥലത്തിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ട്, എവിടെ തൊടുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയുള്ളത്. അപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ മക്കള് നല്ലതായിട്ട് വളരണമെങ്കിൽ, നമ്മുടെ കുട്ടികള് ചിരിച്ച് ഉല്ലസിച്ച് അവനൊരു നല്ല പവറോടുകൂടി പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മാതാപിതാക്കന്മാർ വഴക്കിടുന്നത് ഒരിക്കലും നിങ്ങളുടെ മക്കൾ കാണാൻ ഇടവരരുത്. അതൊക്കെ നേരത്തെ ആയിരിക്കുമ്പോൾ പറയാം. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മക്കളില്ലാത്തപ്പോൾ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വഴക്കിടാതിനൊരു സമയം കണ്ടെത്തും. ഇനി മുതൽ നമ്മൾ വഴക്കിടണമെങ്കിൽ ഇത്ര മണിക്കേ വഴക്കിടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സമയം കണ്ടെത്തും. ആ സമയത്ത് അപ്പോൾ അത് കുട്ടികളുടെ മാനസികമായ വളർച്ചയെ വളരെയധികം ബാധിക്കും. നമ്മൾ വഴക്കിട്ട് കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് സ്നേഹിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടികളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവും ആ ഒരു സന്തോഷം. അവർക്ക് അവരുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് മറ്റുള്ളവർ പറയാൻ എന്ത് സന്തോഷമായിരിക്കും. അപ്പൊ അവരുടെ സന്തോഷം നമ്മൾക്ക് എടുത്തു തരുന്നത്. അപ്പോ കാരണം കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവര് വേറെ കുട്ടികൾ വേറെ അച്ഛനും അമ്മയെ കുറിച്ച് സന്തോഷത്തോട് പറയുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലേ പറയണമെന്ന്. ഓക്കെ സഹീര, ഓക്കെ. എപ്പോഴെങ്കിലും കിട്ടുമല്ലോ. യെസ്, മൂന്നാമത്തെ സമയം നോക്കി നമുക്ക് പിടിക്കാം. ഓക്കെ. യെസ്, ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ ഇങ്ങനെ പോട്ടെ. എപ്പോൾ 11:26 ഇന്ന് അധ്യാപക ദിനമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ബോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ഞാൻ പറയുന്ന വാക്കുകൾക്ക് അനുകൂലമായും പ്രതികൂലമായും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ നിയന്ത്രണോട് വിട്ടുപോയി. ഓക്കെ റൂബി, താങ്ക് യു വെരി മച്ച്. ഓക്കെ സാധ്യത, ഓക്കെ. ഓ സോ മച്ച്. ഓക്കെ രൂബി, ഓക്കെ ഐശ്വര്യ, ഓക്കെ. അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് ഷഹീല, ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. ആദി ജോഷി, ഓക്കെ. ഓ സാദിര, ഓക്കെ. യെസ്, നൈസ്. ഡയാന, ഓക്കെ. സോ 11:27 നമ്മളിനി വീണ്ടും കാണും. അപ്പൊ നമുക്ക് ഇതിന്റെ
ഗ്രാമറിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇന്ന് ഒരിക്കലും ഞാനിങ്ങനെ പറയണമെന്ന് വിചാരിച്ചു വന്നൊന്നുമല്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആ ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞ ടോപ്പിക് എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കൺട്രോൾ പോയതാണ്. ഈ ഈ നാടകത്തിൽ അഭിനയിക്കുന്ന ആളുകൾ പറയാനുള്ള പോലെ മുന്നില് നിൽക്കാനൊരു സ്റ്റേജും മുന്നിൽ കുറച്ച് ഓഡിയൻസും ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ തകർക്കുന്ന പോലെ എന്റെ മുന്നിൽ നിങ്ങൾ ഓഡിയൻസ് ആയിട്ട് വന്നു നിന്ന് കഴിഞ്ഞപ്പോൾ എന്റെ നിയന്ത്രണം പോയിട്ട് ഞാനിങ്ങനെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞാണ്. യെസ് യെസ് ഓക്കെ 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 ജോഷി മുഷീന, താങ്ക് യു വെരി മച്ച്. സോ ജീവിതത്തിൽ നിങ്ങൾ നല്ലൊരു ഇൻസ്പിറേഷൻ, പ്രചോദനമാകാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും മറ്റുള്ളവരെ മക്കളെയും മാറി നിന്ന് ശ്രദ്ധിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ദിവസമായിട്ടാണ് നിങ്ങളുടെ മക്കളുടെ നെറ്റിയിൽ നിങ്ങൾ ചേർത്ത് നിർത്തിയിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട്? എത്രയോ ദിവസങ്ങളായിട്ടുണ്ടാകും. മൂത്ത മകള് നിങ്ങളൊന്ന് അല്ലെങ്കിൽ മൂത്ത മകനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് എത്രയോ ദിവസങ്ങളായിട്ടുണ്ടാകും. ഒന്ന് അവനൊന്ന് നാളെ കെട്ടിപ്പിടിച്ചിട്ട് അവന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. അപ്പൊ അവന് ഭയങ്കരമായ ആ കണ്ണുകളിൽ കാണാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾക്ക് അവനോട് സ്നേഹക്കുറവുണ്ടായിട്ടല്ല, ജീവിതത്തിലെ തിരക്കുകളും ആ സ്കൂളിൽ പോകുന്ന നേരത്തുള്ള ബഹളവും അതും ഇതും എല്ലാം. ഈ നാളെ ക്ലാസ്സിൽ പോകുന്ന നേരത്ത് എടാ ഇത് വന്നേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്കി. എന്നിട്ട് അവന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് നോക്കി. അവന്റെ കണ്ണുകളിലെ വ്യത്യാസം ഉണ്ടാവും. എന്നിട്ട് അവന്റെ കണ്ണുകളിലേക്ക് നിങ്ങൾ നോക്കുക, അവനറിയാതെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ മക്കള് നല്ല അന്തരീക്ഷത്തിൽ വളരട്ടെ, നല്ല കുട്ടികളായിട്ട് വളരട്ടെ. ആ നല്ല കുട്ടികളായിട്ട് വളരാനുള്ള പ്രചോദനം നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തികളും ആകട്ടെ. നല്ല മാതാപിതാക്കന്മാരായിട്ട് നിങ്ങൾ മാറട്ടെ. അതിനോടൊപ്പം തന്നെ ഏറ്റവും ആദ്യത്തെ അധ്യാപകരായിട്ട് നിങ്ങൾ തന്നെ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ദിവസത്തിന്റെ പങ്കെടുന്ന് ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് അനീഷ. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, താങ്ക് യു താങ്ക് യു. തനുശ്രീ ഓക്കെ, താങ്ക് യു. ജോഷ്ണി ഓക്കെ, താങ്ക് യു.
ഇനി ആരുണ്ടല്ലോ 11:30 വരെ പറഞ്ഞിരുന്നു. അങ്ങനെ മെസ്സേജ് ചെയ്തു. ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് മാത്രമധികം ക്ലാസ് എടുത്തിട്ട് അപ്പം തന്നെ എൻ്റെ കുട്ടികൾ പറയുന്നത് അങ്ങനെ മാത്രം അപ്പോൾ ഞങ്ങളുടെ ഞാൻ പറഞ്ഞു അത് പൈസേൻ്റെ 3 ടീച്ചർ ഓൺലൈൻ ജോബിൻ്റെ നോക്കുന്നത് പെണ്ണിൻ്റെ ഓൺലൈൻ ഉണ്ടായതാണ്. ഓൺലൈൻ ജോബിൻ്റെ ഉണ്ടാകും എനിക്ക് നോക്കിയിട്ടാണ് വന്നത്. ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് 11:30 വരെ ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ മെസ്സേജ് വന്നു. മെയില് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ.